വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 5. എന്താണ് യൂണിറ്റ് 5-ൽ പറയുന്നത്? ബൈയിങ് മോട്ടീവ്സ് അല്ലേ? എന്താണ് ബൈയിങ് മോട്ടീവ്സ് എന്ന് പറയുമ്പോൾ? ശ്രദ്ധിക്കുക. പ്രൊഫസർ ഡാവർ ഡിഫൈൻഡ് ഇറ്റ് ആസ് എ മോട്ടീവ് ഈസ് ആൻ ഇന്നർ ഏർജ് ദാറ്റ് മൂവ്സ് ഓർ പ്രോംപ്റ്റ്സ് എ പേഴ്സൺ ടു സം ആക്ഷൻ അല്ലേ? അതായത് ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ ഒരു ബയ്യറുടെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രേരണയാണ് അല്ലേ? ആ ഒരു പ്രേരണ എന്തിലേക്ക് നയിക്കും? ചില ആക്ഷൻസ് ചെയ്യുന്നതിലേക്ക് നയിക്കുന്നു. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ബയ്യിങ് മോട്ടീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സൈക്കോളജിക്കൽ ഹ്യൂമൻ അർജാണ് അല്ലേ? സൈക്കോളജിക്കൽ ഹ്യൂമൻ ഒരു മനുഷ്യൻ്റെ മാനസികമായിട്ടുള്ള ഒരു പ്രേരണയാണത്. which inspire the consumers to buy the products or services to satisfy their needs അല്ലേ? ആ ഒരു പ്രേരണ എന്തിലേക്ക് നയിക്കും? ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസസോ വാങ്ങുന്നതിലേക്ക് നയിക്കുന്നു. അതിലൂടെ അവരുടെ നീഡ്സ് എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു പ്രേരണയാണ് എന്തിലേക്ക് നയിക്കുന്നത്, അല്ലെങ്കിൽ ആവശ്യമാണ്, മോട്ടീവ്സ് ആണ് എന്തിലേക്ക് നയിക്കുന്നത്? ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ വാങ്ങാൻ ഒരു ബയ്യറിനെ പ്രേരിപ്പിക്കുന്നത് അല്ലേ? അതായത് ആ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റോ സർവീസസോ അയാൾ ബൈ ചെയ്യുന്നു. അതിനെയാണ് എന്തു പറയുന്നത്? ബൈയിങ് മോട്ടീവ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ബൈയിങ് മോട്ടീവ് എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് എ ഡിസയർ, ഒരു ആഗ്രഹമാകാം, അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് അല്ലേ? അതേപോലെ തന്നെ തോട്ട്സ്, ഏർജ്, ഫീലിങ്സ് അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഒരു ബയ്യറിനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിലേക്ക് നയിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ബൈയിങ് മോട്ടീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെയിൽസ്മാൻ എപ്പോഴും സക്സസ്ഫുൾ ആവുക എങ്ങനെയാണ്? ഒരു കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ബൈയിങ് മോട്ടീവ്സ് എന്താണ് എന്ന് തിരിച്ചറിയണം അല്ലേ? അയാളുടെ ടാർഗറ്റ് കൺസ്യൂമറിൻ്റെ ബൈയിങ് മോട്ടീവ്സ് എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു സെയിൽസ്മാൻ അവിടെ വിജയിച്ചു. അങ്ങനെ തിരിച്ചറിഞ്ഞതിന് ശേഷം അയാൾക്കനുസരിച്ചുള്ള ആ ബൈയിങ് മോട്ടീവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്കിൽസ് യൂസ് ചെയ്തുകൊണ്ട് അയാൾക്ക് ആ ഒരു കൺസ്യൂമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അയാളുടെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം, താങ്കളുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കാം അല്ലേ? അതായത് ആ കൺസ്യൂമറിൻ്റെ ബൈയിങ് മോട്ടീവ് തിരിച്ചറിഞ്ഞു, അതിനുശേഷം അയാൾ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ കൺസ്യൂമറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരു സെയിൽസ്മാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺസ്യൂമറിൻ്റെ അല്ലെങ്കിൽ ഒരു ബയ്യറിൻ്റെ ബൈയിങ് മോട്ടീവ്സ് എന്താണ് എന്ന് തിരിച്ചറിയുക. അത് തിരിച്ചറിയാനുള്ള സ്കില്ല് അയാളിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈയിങ് മോട്ടീവ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുക അടുത്തൊരു ഭാഗം, പേഴ്സണൽ സെല്ലിങ്ങിൽ ബൈയിങ് മോട്ടീവ്സിനുള്ള ഇമ്പോർട്ടൻസ്. അതായത് അപ്ലിക്കേഷൻ ഓഫ് ബൈയിങ് മോട്ടീവ്സ് ഇൻ പേഴ്സണൽ സെല്ലിംഗ്. ശ്രദ്ധിക്കുക, ഇവിടെ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് നോക്കൂ. ഫസ്റ്റ് വൺ, ഇംപ്രൊവൈസിങ് സെയിൽസ്മാൻഷിപ്പ്. ഒരു സെയിൽസ്മാന് തൻ്റെ ടാർഗറ്റ് കസ്റ്റമറിൻ്റെ ബൈയിങ് മോട്ടീവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനനുസരിച്ച് അയാളുടെ സ്കില്ല് ഇംപ്രൊവൈസ് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അല്ലേ? അതായത് സെയിൽസ്മാൻ വിൽ ബി ഇൻ എ ബെറ്റർ പൊസിഷൻ ടു ഗൈഡ് ഹിം ആൻഡ് ഇൻഫ്ലുവൻസ് ഹിസ് പർച്ചേസ് ബിഹേവിയർ. ഒരു കൺസ്യൂമറിൻ്റെ പർച്ചേസ് ബിഹേവിയറിനെ അല്ലെങ്കിൽ ഒരു ബയ്യറിൻ്റെ പർച്ചേസ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഗൈഡ് ചെയ്യാനും ആർക്ക് സാധിക്കും? ഒരു സെയിൽസ്മാൻഷിപ്പിന് സാധിക്കുന്നു. എങ്ങനെയാണത് സാധിക്കുക? ഈ ഒരു കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് കസ്റ്റമറിൻ്റെ ബൈയിങ് മോട്ടീവ് എന്താണെന്ന് തിരിച്ചറിയുന്നതിലൂടെ അയാളുടെ സെയിൽസ്മാൻഷിപ്പ് അയാൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ എങ്ങനെയാണ് അയാളോട് സംസാരിക്കേണ്ടത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെ ഒരു കസ്റ്റമറിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യാം, ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാൻ ഇൻഫ്ലുവൻസ് ചെയ്യാം അല്ലേ? അതിനൊക്കെ ഈ ഒരു ബൈയിങ് മോട്ടീവ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെയിൽസ്മാൻഷിപ്പിന് അല്ലെങ്കിൽ ഒരു സെയിൽസ്മാന് കഴിയുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ബൈയിങ് മോട്ടീവ് ടാർഗറ്റ് കസ്റ്റമറിൻ്റെ ബൈയിങ് മോട്ടീവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ സെയിൽസ്മാൻഷിപ്പിനെ ഇംപ്രൊവൈസ് ചെയ്യാൻ കഴിയുന്നു. അടുത്ത് നോക്കൂ, അസിസ്റ്റ് ഇൻ പ്രൊഡക്റ്റ് പ്ലാനിങ്.
അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്. ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കണം, കളർ എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ സൈസ് എങ്ങനെയായിരിക്കണം, പ്രൈസ് എങ്ങനെയായിരിക്കണം, അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഓരോ കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് കസ്റ്റമറിൻ്റെ ബൈയിങ് മോട്ടീവ് എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രൊഡക്റ്റ് പ്ലാനിങ് നടത്താൻ പറ്റും അല്ലേ. അതിനനുസരിച്ച് ഓരോ കസ്റ്റമറിൻ്റെയും നീഡ് അല്ലെങ്കിൽ ബൈയിങ് മോട്ടീവ്, അത് വാങ്ങാനുള്ള മോട്ടീവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റ് പ്ലാനിങ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈയിങ് മോട്ടീവ് സെയിൽസ്മാൻഷിപ്പിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നോക്കൂ, ഫെസിലിറ്റേറ്റിംഗ് പ്രൈസിങ് ഡിസിഷൻ അല്ലേ. ഒരു കസ്റ്റമറിൻ്റെ ബൈയിങ് മോട്ടീവ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയുന്നു. ഈസി ആയിട്ട് നമുക്കത് ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയുന്നു. ഇപ്പം നമുക്കറിയാം ഈ ഒരു കസ്റ്റമേഴ്സിൻ്റെ ബൈയിങ് മോട്ടീവ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് റാഷണൽ ബൈയിങ് മോട്ടീവ് എന്നും രണ്ടാമത്തത് ഇമോഷണൽ ബൈയിങ് മോട്ടീവ് എന്നും. ഇപ്പോൾ റാഷണൽ ബൈയിങ് മോട്ടീവ് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ കാര്യം നമ്മളൊരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എല്ലാ വശങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ അതിൻ്റെ യൂസിനെ കുറിച്ചിട്ടും അതിൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ചിട്ടും പോസിറ്റീവിനെ കുറിച്ചിട്ടും പ്രൈസിനെ കുറിച്ചിട്ടും എല്ലാ രീതിയിലും അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രമേ ഒരു പ്രൊഡക്റ്റ് വാങ്ങുള്ളൂ. അങ്ങനെയുള്ളൊരു കസ്റ്റമറിനെയാണ് നമുക്ക് റാഷണൽ കസ്റ്റമർ അല്ലെങ്കിൽ റാഷണൽ ബൈയിങ് മോട്ടീവ്സ് റാഷണൽ ബൈയിങ് പർച്ചേസർ എന്നൊക്കെ വിളിക്കാം. ഇമോഷണൽ എന്ന് പറയുമ്പോൾ എന്താണ്, അയാളുടെ ഒരു സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങുക അല്ലേ. അപ്പോൾ ഓരോ കസ്റ്റമർ, ഏറ്റവും കൂടുതൽ കസ്റ്റമർ റാഷണൽ ബൈയിങ് മോട്ടീവ് ഉള്ള കസ്റ്റമർ ആണോ അല്ലെങ്കിൽ ഇമോഷണൽ ബൈയിങ് മോട്ടീവ് ഉള്ള കസ്റ്റമർ ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നതിലൂടെ അയാൾക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഈസി ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയുന്നു അല്ലേ. അതായത് എന്താണ്, ബേസ്ഡ് ഓൺ ദി ബൈയിങ് മോട്ടീവ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദയർ ബൈയിങ് മോട്ടീവ്സ് ക്ലാസിഫിക്കേഷൻ. ബൈയിങ് മോട്ടീവിനെ അത് നമ്മൾ അടുത്ത ഭാഗത്ത് പഠിക്കുന്നുണ്ട്, എന്താണ് ബൈയിങ് മോട്ടീവ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന്. അതിനനുസരിച്ച് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സെയിൽസ്മാനെ അതിനനുസരിച്ച് പ്രൈസ് ഫിക്സ് ചെയ്യാൻ കഴിയുന്നു. അതുപോലെ തന്നെ അടുത്തത് നോക്കൂ, റോൾ ഇൻ പ്രൊമോഷൻ മിക്സ് അല്ലേ. റോൾ ഇൻ പ്രൊമോഷൻ മിക്സ് എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് കസ്റ്റമറിൻ്റെ ബൈയിങ് മോട്ടീവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അതായത് അണ്ടർസ്റ്റാൻഡ് ദി ഫോഴ്സസ് ദാറ്റ് സ്റ്റിമുലേറ്റ് ദയർ ടാർഗറ്റ് ഓഡിയൻസ് ടു മേക്ക് എ പർച്ചേസ് അല്ലേ. അവർ പർച്ചേസ് ഡിസിഷൻ എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അവരെങ്ങനെയൊക്കെ ഫോഴ്സ് ചെയ്യാം, അവരെങ്ങനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാം എന്ന് നമുക്ക് ഈ ഒരു ബൈയിങ് മോട്ടീവ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസ്മാൻ അറിയാൻ കഴിയും. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടാർഗറ്റ് കസ്റ്റമറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രൊമോഷണൽ മിക്സും ടെക്നിക്സും അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെയുള്ള ടെക്നിക്സുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ ടാർഗറ്റ് കസ്റ്റമറിനെ കൺവിൻസ് ചെയ്യിപ്പിക്കും അല്ലേ. കാരണം അയാളുടെ ബൈയിങ് മോട്ടീവ് എന്താണ് എന്ന് ആർക്കറിയാം, സെയിൽസ്മാൻ അറിയാം. അപ്പം അത് മനസ്സിലാക്കിയിട്ടുണ്ട് സെയിൽസ്മാൻ. അപ്പോൾ അയാൾ എങ്ങനെ അത് ഇൻഫ്ലുവൻസ് ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റ് ആകർഷിപ്പിക്കാം എന്ന് ഈസി ആയിട്ട്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിലേക്ക് എങ്ങനെ ആകർഷിപ്പിക്കാം എന്ന് സെയിൽസ്മാൻ അറിയാൻ കഴിയും. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് പ്രൊമോഷണൽ മിക്സ് ആണ് ഒരു കസ്റ്റമറിനെ ആകർഷിപ്പിക്കാൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ആർക്ക് കിട്ടും, ഈ ഒരു ബൈയിങ് മോട്ടീവ് തിരിച്ചറിയുന്ന സെയിൽസ്മാന് ലഭിക്കുന്നു. അപ്പോൾ റോൾ ഇൻ പ്രൊമോഷൻ മിക്സ് അല്ലേ. അതായത് അക്കോർഡിംഗ്ലി എ സ്യൂട്ടബിൾ പ്രൊമോഷൻ മിക്സ് കംപ്രൈസിംഗ് ഓഫ് അപ്രോപ്രിയേറ്റ് പ്രൊമോഷണൽ ടെക്നിക്സ്, ദി ടൈപ്പ് ഓഫ് അഡ്വർടൈസിംഗ് അപ്പീൽ യൂസ്ഡ് ഇൻ മെസ്സേജ്, ദി body copy of the message, advertisement etc. can be determined, communicate with the target audience effectively അല്ലേ. അതായത് ബൈയിങ് മോട്ടീവ് എന്താണ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പ്രൊമോഷണൽ മിക്സ് ആണ് ഈ ഒരു ബയ്യർക്ക് എഫക്റ്റീവായിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ആർക്ക് കിട്ടും, ഈ ഒരു സെയിൽസ്മാന് ലഭിക്കുന്നു. അതുപോലെ തന്നെ നോക്കൂ, അടുത്തതാണ് ഡിറ്റർമൈനിങ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമുക്കറിയാം ചില കസ്റ്റമർ
ഈ ഒരു ഇന്റർമീഡിയറി അല്ലെ, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വിതരണ ചാനലുകൾ. നമ്മളൊരു പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇടയിൽ നമ്മൾ ഹോൾസെയിലറിനെയും റീറ്റെയിലറിനെയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെർച്ചൻറ്റൈൽ ഏജന്റിനെയും ഒക്കെ വെക്കും അല്ലെ. അതുവഴിയാണ് പ്രൊഡ്യൂസറിൽ നിന്ന് കസ്റ്റമറിലേക്ക് സാധനങ്ങൾ ഒഴുകുന്നത്. അതിനെ ആ ഒരു വിതരണ ശൃംഖല അല്ലെ, ആ ഒരു ശൃംഖലയാണ് നമ്മൾ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചില കസ്റ്റമേഴ്സ് ഉണ്ടാവും, അവർക്ക് എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് മാത്രമേ അവർ സാധനങ്ങൾ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതിലാണ് അവർ സാറ്റിസ്ഫൈഡ് ആവുന്നത്. അതായത് ഒരു ഇടനിലക്കാരനെ യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു റീറ്റെയിലറിനെ സമീപിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജന്റ് വഴി ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ അയാൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അയാളൊരു ഹോൾസെയിലർ മുഖേനയായിരിക്കും ചില കേസിൽ അയാൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും ഒരു സെയിൽസ്മാൻ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കസ്റ്റമർക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ അയാൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിലെ എന്തെങ്കിലും നീഡ്സ് ഉണ്ടോ, അല്ലെങ്കിൽ സ്പെസിഫിക് നീഡ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഡിസിഷന്, ഈ ഒരു ബൈയിങ് ഡിസിഷൻ ഈ ഒരു ചാനൽസ് ഓഫ് വിതരണ ശൃംഖലയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് അയാൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ഇപ്പോൾ ഒരു കസ്റ്റമേഴ്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഹോൾസെയിലർ വഴിയാണ് സാധനങ്ങൾ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നമുക്കപ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു ഹോൾസെയിലർ വഴിയുള്ള വിതരണ ശൃംഖലയായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ കസ്റ്റമറിൻ്റെ ബൈയിങ് മോട്ടീവ്സ് തിരിച്ചറിയുന്നതിലൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏത് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടത് എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ സെയിൽസ്മാന് കഴിയുന്നു. അതുപോലെ തന്നെ എന്താണ്, കോൺട്രിബ്യൂട്ട്സ് ഫേം ഗുഡ് വില്ല് ഉയർത്താൻ കഴിയും. എങ്ങനെയാണ് ഗുഡ് വില്ല് ഉയർത്താൻ കഴിയുന്നത്? നമ്മളൊരു കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് കസ്റ്റമറിൻ്റെ ബൈയിങ് മോട്ടീവ് തിരിച്ചറിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാനും ആ ഒരു കസ്റ്റമറിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനൊക്കെ കഴിയും അല്ലേ. അപ്പോൾ നമ്മുടെ ആ ഒരു നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡിൻ്റെ ഇമേജ് വർദ്ധിക്കും. അതിലൂടെ നമ്മുടെ ഫേമിൻ്റെ ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ബൈയിങ് മോട്ടീവ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസ്മാൻ അതിനനുസരിച്ച് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നു. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഗുഡ് വില്ല് കൂടുന്നു അല്ലേ. അതുപോലെ തന്നെ അടുത്തതാണ് ഇൻക്രീസ് കസ്റ്റമർ ട്രസ്റ്റ് അല്ലേ. അതായത് കസ്റ്റമറിന്റെ ട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യും. കാരണം നമ്മൾ ബൈയിങ് മോട്ടീവ് തിരിച്ചറിഞ്ഞു, അതിനനുസരിച്ചാണ് നമ്മൾ മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ആ ഒരു കസ്റ്റമർക്ക് അയാളുടെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റും സർവീസസ് ഒക്കെയാണ് നമ്മൾ ഇറക്കുന്നതെങ്കിൽ അവരുടെ വിശ്വാസം കൂടും അല്ലേ. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലും സർവീസിൻ്റെ മേലും ആ ഒരു ഫേമിൻ്റെ മേലിലൊക്കെ ഒരു കസ്റ്റമർക്ക് എന്തുണ്ടാവും, ഒരു ട്രസ്റ്റ് ഉണ്ടാവാൻ സഹായിക്കുന്നു. ഇതൊക്കെയാണ് ബൈയിങ് മോട്ടീവ്, കസ്റ്റമേഴ്സിൻ്റെ ഒരു ടാർഗറ്റ് കസ്റ്റമറിൻ്റെ ബൈയിങ് മോട്ടീവ് തിരിച്ചറിയുന്നതിലൂടെ സെയിൽസ്മാൻ ഉണ്ടാകുന്ന ഗുണങ്ങൾ അല്ലെങ്കിൽ സെയിൽസ്മാൻഷിപ്പിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും സെയിൽസ്മാൻ അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻഷിപ്പിൽ എന്ത് മനസ്സിലാക്കണം, ബൈയിങ് മോട്ടീവ് ഓഫ് ദി കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസ്, ടാർഗറ്റ് കസ്റ്റമറിൻ്റെ ബൈയിങ് മോട്ടീവ്സ് എന്താണെന്ന് തിരിച്ചറിയണം. അതിനനുസരിച്ച് ഈ സെയിൽസ്മാൻ പ്രവർത്തിക്കുന്നു. അതിലൂടെ കൂടുതൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നു, സെയിൽസ്മാൻഷിപ്പിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് പ്ലാനിങ്ങിന് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പ്ലാനിങ് നടത്താൻ സഹായിക്കുന്നു. പിന്നെ പ്രൈസിങ് ഡിസിഷൻ എടുക്കാനും ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അതിനെക്കുറിച്ച് ഡിറ്റർമൈൻ ചെയ്യാനും ഏത് പ്രൊമോഷണൽ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊക്കെ ഡിസിഷൻസ് എടുക്കാനൊക്കെ ഈ ഒരു സെയിൽസ്മാന് കഴിയുന്നു. അതിലൂടെ ഫേമിൻ്റെ ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യുന്നു. അതിലൂടെ കസ്റ്റമറിൻ്റെ ട്രസ്റ്റ് പിടിച്ചു പറ്റാനൊക്കെ സഹായിക്കുന്നു. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കൂ, ടൈപ്സ് ഓഫ് ബൈയിങ് മോട്ടീവ്സ്. ബൈയിങ് മോട്ടീവ്സിൻ്റെ വിവിധ തരത്തിലുള്ള ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബൈയിങ് മോട്ടീവ്സിനെ രണ്ട് രീതിയിൽ പ്രധാനമായിട്ടും തരംതിരിക്കാം. ഒന്ന് പ്രൊഡക്റ്റ് ബൈയിങ് മോട്ടീവ്സ് എന്നും രണ്ടാമത്തത് പാട്രണേജ് ബൈയിങ് മോട്ടീവ്സ് എന്നും. ഈ പ്രൊഡക്റ്റ് ബൈയിങ് മോട്ടീവ്സിനെ റാഷണൽ എന്നും ഇമോഷണൽ എന്നും വീണ്ടും തരംതിരിക്കാം. അതുപോലെ തന്നെ പാട്രണേജ് ബൈയിങ് മോട്ടീവിനെ റാഷണൽ എന്നും ഇമോഷണൽ എന്നും നമുക്ക് സബ് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ എന്താണ് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ നോക്കൂ,
പ്രൊഡക്റ്റ് ബൈയിങ് മോട്ടീവ്സ്. എന്താണ് പ്രൊഡക്റ്റ് ബൈയിങ് മോട്ടീവ്സ് എന്ന് പറയുമ്പോൾ? ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് വാങ്ങാനുള്ള മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സൈസ് കണ്ടിട്ടും കളർ കണ്ടിട്ടും പാക്കേജസ് കണ്ടിട്ടും ക്വാളിറ്റി കണ്ടിട്ടും ക്വാണ്ടിറ്റി കണ്ടിട്ടൊക്കെ മോട്ടിവേറ്റഡ് ആയി ആ ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് വാങ്ങുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? പ്രൊഡക്റ്റ് ബൈയിങ് മോട്ടീവ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു മോട്ടിവേഷൻ, ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ അയാളെ പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ടാവും. ആ ഘടകങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് എന്ത്? അതിൻ്റെ സൈസ് ആവാം, അതിൻ്റെ പ്രൈസ് ആവാം, അതിൻ്റെ കളർ ആവാം, അതിൻ്റെ ക്വാണ്ടിറ്റി ആവാം, അതിൻ്റെ ക്വാളിറ്റി ആവാം. ഇതിലേതെങ്കിലും ഒരു കാരണം ഇഷ്ടപ്പെട്ടുകൊണ്ട് അയാൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ മോട്ടിവേറ്റ് ആവുന്നുവെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം? പ്രൊഡക്റ്റ് ബൈയിങ് മോട്ടീവ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഇതിനെന്താണ് റാഷണൽ ബൈയിങ് മോട്ടീവ് എന്നും ഇമോഷണൽ ബൈയിങ് മോട്ടീവ് എന്നും തരംതിരിക്കാം. അപ്പോൾ എന്താണ് ഈ റാഷണൽ ബൈയിങ് മോട്ടീവ് എന്ന് പറയുമ്പോൾ? റാഷണൽ ബൈയിങ് മോട്ടീവ് എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ആ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ കെയർഫുള്ളായിട്ട് ലോജിക്കലി ഈച്ച് ആൻഡ് എവറി പോയിന്റ് അയാൾ എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ഈച്ച് ആൻഡ് എവറി പോയിന്റ് അയാൾ ലോജിക്കലി അതേപോലെ തന്നെ കെയർഫുള്ളി അസർട്ടൈൻ ചെയ്ത് അല്ലെങ്കിൽ അനാലിസിസ് ഒക്കെ നടത്തിയതിന് ശേഷം മാത്രമേ അയാൾ എന്ത് ചെയ്യുള്ളൂ? ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയുള്ളൂ. അപ്പം അത്തരത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങുന്ന കസ്റ്റമറിനെ നമുക്ക് എന്ത് വിളിക്കാം? റാഷണൽ പ്രൊഡക്റ്റ് ബൈയിങ് മോട്ടീവ്സ് എന്ന് വിളിക്കാം, അല്ലേ? അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു റാഷണൽ ബൈയിങ് മോട്ടീവ് അല്ലെങ്കിൽ റാഷണൽ ബൈയിങ് പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സ്, അല്ലേ? പ്രൊഡക്റ്റ് റാഷണൽ ബൈയിങ് കസ്റ്റമേഴ്സ് നോക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അവരത് ശ്രദ്ധിക്കുക? എന്തൊക്കെ കാര്യങ്ങളാണ്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, അല്ലേ? ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സേഫ്റ്റി സെക്യൂരിറ്റി അവർ എന്ത് ചെയ്യും? ഈച്ച് ആൻഡ് എവറി പോയിന്റ് അവരെന്ത് ചെയ്യും? അനാലിസിസ് നടത്തും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലോക്കറിൽ നമ്മുടെ ഗോൾഡ് എന്തെങ്കിലും വെക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ലോക്കർ നമ്മൾ വാങ്ങുകയാണെന്ന് വിചാരിക്കുക. അപ്പം അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അതിന് ഡബിൾ ലോക്ക് ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊട്ടക്ഷൻ എത്രമാത്രം ഉണ്ട്, അല്ലേ? അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിക്ക് അവർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പം അതുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റും അവർ അനാലിസിസ് നടത്തും. അതിനുശേഷം മാത്രമേ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുള്ളൂ. അതുപോലെ തന്നെ നോക്കൂ, എക്കണോമി എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്തൊക്കെയാണ്, മെയിൻ്റനൻസ് കോസ്റ്റ് എങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് റാഷണൽ ബൈയിങ് മോട്ടീവ് ഉള്ളൊരു കസ്റ്റമർ ആണെങ്കിൽ നമ്മളൊരു കാറ് വാങ്ങുകയാണ്. അപ്പോൾ കാറ് വാങ്ങുമ്പോൾ നമ്മളിപ്പോൾ പെട്രോൾ ആണോ ഡീസൽ ആണോ എന്ന് നമുക്ക് ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു എക്കണോമിയെ ഒരു റാഷണൽ കസ്റ്റമർ ആവുകയാണെങ്കിൽ അയാൾ എന്താ ചെയ്യുക? അത് ഇപ്പോൾ പെട്രോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസലിനേക്കാളും വില കൂടുതലാണ് പെട്രോളിന്, അല്ലേ? ഡീസലിനേക്കാളും വില കൂടുതലാണ്. അതേപോലെ തന്നെ ഡീസലിനേക്കാളും മൈലേജ് കുറവാണ് പെട്രോൾ കാറിന്, അല്ലേ? അപ്പോൾ അത് ഉപയോഗിക്കുമ്പോഴുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റും മെയിൻ്റനൻസ് കോസ്റ്റും അയാൾ കമ്പയർ ചെയ്യും, ഏതിലാണ് കുറവ് എന്ന്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അയാൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുക, അല്ലേ? ഇതാണ് പറയുന്നത് എക്കണോമി അയാൾ നോക്കും. അടുത്തത് എന്താണ്? പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ഒരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അയാൾ അതിൻ്റെ പ്രൈസ് നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും? സിമിലർ ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റുമായിട്ട് ആ ഒരു സിമിലർ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റിൻ്റെ പ്രൈസുമായിട്ട് അയാൾ കമ്പയർ ചെയ്ത് നോക്കും. അപ്പം ഇതിൽ ഏറ്റവും ചീപ്പർ പ്രൈസ് ഏതിനാണോ അത് അയാൾ എന്ത് ചെയ്യും? ആ ഒരു പ്രൊഡക്റ്റ് അയാൾ തിരഞ്ഞെടുക്കും. അതുപോലെ തന്നെ എന്താണ്? വേഴ്സറ്റിലിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ്, അല്ലേ? അതായത് വേഴ്സറ്റിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു പ്രൊഡക്റ്റിന് ഡബിൾ യൂസ്, അല്ലേ? അതായത് നമ്മൾ പറയാണിപ്പോൾ മൾട്ടിപ്പിൾ യൂസസ്, അല്ലേ? അതായത് ഒരു പ്രൊഡക്റ്റ് കൊണ്ട് പല ഉപകാരങ്ങൾ ഉണ്ടാവുക, പല ഉപകാരങ്ങൾ നടക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ ഇപ്പോൾ നമുക്കറിയാം പല ടൈപ്സ് ഓഫ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ആ ഒരു ടേബിൾ, ഇപ്പോൾ പല ടൈപ്സ് ഓഫ് ടേബിളുകളൊക്കെ ഇപ്പോൾ നമുക്കറിയാം വന്നിട്ടുണ്ട്. ചെയറായിട്ട് യൂസ് ചെയ്യാം, ടേബിളായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള മൾട്ടിപ്പിൾ യൂസസ് ഓഫ് പ്രൊഡക്റ്റുകൾ ധാരാളം നമ്മുടെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇതിന് എന്ത്
വേറെ എന്തൊക്കെ യൂസസ് ഉണ്ട് അല്ലേ, ഒരു നീഡ് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂസസ് ഉണ്ട്, അതൊക്കെ അയാൾ അനലൈസ് ചെയ്ത് നോക്കും. അതിനുശേഷമായിരിക്കും ഒരു പ്രൊഡക്റ്റ് അയാൾ വാങ്ങുക. അതുപോലെ തന്നെ അയാൾ നോക്കും ഡ്യൂറബിലിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ്. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കാലാവധി എത്രത്തോളം ഉണ്ട്, ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന പ്രൊഡക്റ്റ് ആണോ, അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരുന്ന പ്രൊഡക്റ്റ് ആണോ അല്ലേ. അപ്പോൾ എന്താണ് അങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ ഒരു മരം എടുക്കുകയാണെങ്കിൽ മരത്തിൻ്റെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് തടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നമാണ്, അല്ലെങ്കിൽ ഇത് കൂടുതൽ ഈട് നിൽക്കുന്ന തടിയാണോ, അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടായിരിക്കും പ്രൊഡക്റ്റ് വാങ്ങുക. അപ്പോൾ അത് അയാൾ ശ്രദ്ധിക്കും, ഡ്യൂറബിലിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ്. അതേപോലെ തന്നെ കൺവീനിയൻസ് ആൻഡ് കംഫർട്ടബിൾ അല്ലേ, അയാൾക്ക് കൺവീനിയൻസ് ആണോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ അയാൾ കംഫർട്ടബിൾ ആണോ, അതിനെക്കുറിച്ചൊക്കെ അയാൾ അനാലിസിസ് നടത്തും. അതുപോലെ തന്നെ സ്യൂട്ടബിലിറ്റി, ഈ ഒരു പ്രൊഡക്റ്റ് അയാളുടെ ആവശ്യങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുമോ, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ അയാൾ എന്ത് ചെയ്യുള്ളൂ, ഒരു പ്രൊഡക്റ്റ് അയാൾ തിരഞ്ഞെടുക്കുള്ളൂ. അങ്ങനെ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഈച്ച് ആൻഡ് എവരി ആസ്പെക്ട്സ് അയാൾ കൺസിഡർ ചെയ്യുന്നു. അതിനുശേഷം മാത്രമേ അയാൾ എന്ത് ചെയ്യുള്ളൂ, ഒരു പ്രൊഡക്റ്റ് അയാൾ തിരഞ്ഞെടുക്കുന്നുള്ളൂ. അത്തരത്തിലുള്ള കസ്റ്റമറിനെയാണ് എന്ത് വിളിക്കുന്നത്, റാഷണൽ ബൈയിങ് മോട്ടീവ്സ് കസ്റ്റമർ എന്ന് വിളിക്കുന്നത്. ഓക്കെ അടുത്ത നോക്കൂ, ഇമോഷണൽ പ്രൊഡക്റ്റ് ബൈയിങ് മോട്ടീവ്സ് അല്ലേ. നമ്മൾ റാഷണൽ ബൈയിങ് മോട്ടീവ്സ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഇമോഷണൽ ബൈയിങ് പ്രൊഡക്റ്റ് ബൈയിങ് മോട്ടീവ്സ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു റാഷണൽ ബൈയിങ്ങിൽ ഈച്ച് ആൻഡ് എവരി ആസ്പെക്ട്സ് ലോജിക്കലി കെയർഫുള്ളി അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രമേ അയാളൊരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുള്ളൂ. പക്ഷെ ഇവിടെ അയാളൊരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്, ഇമോഷൻസിൻ്റെ ബേസിലാണ് അല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ആ പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കണമെന്ന് നോക്കുക. പ്രസ്റ്റീജ് അല്ലേ, പ്രസ്റ്റീജ് അയാളുടെ ആ ഒരു ചില പ്രൊഡക്റ്റ് അയാളുടെ ആ നാട്ടിലുള്ള പ്രസ്റ്റീജ് അല്ലേ, അയാളുടെ ഒരു സ്ട്രോങ്ങസ്റ്റ് ഇമോഷൻ ഓഫ് ബൈയിങ് മോട്ടീവ്സ് ആണ് പ്രസ്റ്റീജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും അയാൾ തിരഞ്ഞെടുക്കാൻ നോക്കുക അല്ലേ. അപ്പോൾ അയാൾ ഒരു സമൂഹത്തിൽ ഒരു നിലയും വിലയും കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു കാറൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആൾക്കാർ ഒന്നും കൂടിയും ശ്രദ്ധിക്കുന്ന, അയാളുടെ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കുന്ന ഒരു കാറായിരിക്കും അയാൾ വാങ്ങുക. അപ്പോൾ അവിടെ അയാൾ അതിൻ്റെ പ്രൈസോ അല്ലെങ്കിൽ മറ്റു ക്വാളിറ്റീസോ ഒന്നും അയാൾ അവിടെ കൺസിഡർ ചെയ്യില്ല. ഏറ്റവും കൂടുതൽ സ്റ്റാറ്റസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഏതാണെന്ന് മാത്രമേ അയാൾ അവിടെ ശ്രദ്ധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, ഇമ്യുലേഷൻ എന്ന് പറയുമ്പോൾ അനുകരണം എന്ന് പറയും. അതായത് മറ്റുള്ളവർ വാങ്ങുന്ന പ്രൊഡക്റ്റ് എന്താണ് അല്ലേ. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം, മറ്റുള്ളവർ വാങ്ങുന്ന ചിലപ്പോൾ ലേറ്റസ്റ്റ് ബൈക്ക്, ഫ്രണ്ടിൻ്റെ ബൈക്ക് കണ്ടിട്ട് അതുപോലെ വാങ്ങാൻ നോക്കുക. അതുപോലെ തന്നെ എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ്, മറ്റുള്ളവർ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് മറ്റുള്ളവർ യൂസ് ചെയ്യുന്ന വാച്ച് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ മറ്റുള്ളവരത് കണ്ടിട്ട് അവരെ അനുകരിച്ച് നമ്മൾ വാങ്ങാൻ ശ്രമിക്കും അല്ലേ. അതൊരു ഇമോഷണലിൻ്റെ എന്തെങ്കിലും ഇമോഷൻസ് ബേസിൽ വരുന്ന ഒരു മോട്ടീവാണ്. അപ്പോൾ അതാണ് ഇമുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ മറ്റു കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കില്ല, അതിൻ്റെ കളറ്, അതിൻ്റെ പ്രൈസോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളൊന്നും അയാൾ നോട്ട് ചെയ്യില്ല. മറ്റുള്ളവർ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അത് അയാൾ എന്ത് ചെയ്യാണ്, ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നു അല്ലേ. അടുത്തത് അതേപോലെ തന്നെ അഫെക്ഷൻ അല്ലേ. എന്താണ് ചെയ്യുന്നത്, നമ്മൾ ലവ് ആൻഡ് അഫെക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മളിപ്പോൾ നമ്മുടെ ഒരു അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ടീച്ചറിന് ഗിഫ്റ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നു, വൈഫിന് ഗിഫ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു അഫെക്ഷൻ്റെ മുകളിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് കൊടുക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വേറെയുള്ള ക്രൈറ്റീരിയാസ് ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അല്ലേ. അതൊരു ഇമോഷണൽ ബൈയിങ് ആണ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വാലിറ്റി ഓർ ഡിസ്റ്റിങ്റ്റീവ്നെസ്, അങ്ങനെ പറയുമ്പോൾ അതായത് മറ്റുള്ളവരിൽ നിന്നൊക്കെ യുണീക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പ്രൊഡക്റ്റ് വാങ്ങുക. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പ്രൊഡക്റ്റ് വാങ്ങുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മറ്റാർക്കും കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡ്രസ്സ് നമ്മൾ ധരിക്കുക അല്ലേ, സ്പെസിഫിക് വെയർ അല്ലേ. അങ്ങനെ ക്ലോത്ത്സ് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളൊരു ക്ലോത്ത്സ്, എന്തെങ്കിലും ഒരു യുണീക്നെസ് ഉള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങുക. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയെങ്കിലും വ്യത്യസ്തനാവണം എന്ന് ചിന്തിച്ചു കൊണ്ടുള്ളൊരു പ്രൊഡക്റ്റ് വാങ്ങലാണ്. അതും ഒരു ഇമോഷൻ്റെ ബേസിൽ വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ പ്ലഷർ ഓർ റിക്രിയേഷൻ അല്ലേ.
നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വിനോദത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങൽ. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം, എന്താണ് ഇപ്പോൾ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, റേഡിയോസ്, ഇതൊക്കെ നമ്മൾ എന്തിനാ വാങ്ങുന്നത്? നമുക്കൊരു പ്ലഷർ കിട്ടാൻ വേണ്ടി, ഒരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അത് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ എന്താണ് വിനോദങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്ട്സുകളാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ. അപ്പം അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഒക്കെ എന്തിനു വേണ്ടിയിട്ട് ഒരു ഇമോഷന്റെ ബേസിലാണ് വാങ്ങുന്നത് അല്ലേ. അതേപോലെ തന്നെ ഹാബിറ്റ്, ചില ആൾക്കാർക്ക് ഉണ്ടാവുന്നത് അയാൾക്ക് ശീലമായി മാറിയിട്ട്, ഇപ്പോൾ സിഗരറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ, അവർക്കത് അവരുടെ ജീവിതത്തിന്റെ ഒരു അല്ലെങ്കിൽ ഒരു ഭാഗമാണ്, ഒരു സ്വഭാവമാണ് അല്ലേ. അപ്പൊ അവർക്കത് കിട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അവരുടെ ഒരു ഹാബിറ്റിന് അല്ലെങ്കിൽ ആ ഹാബിറ്റിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യാണ്, അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇമോഷണൽ പ്രൊഡക്റ്റ് ബൈയിങ് മോട്ടീവ്സിനെ ബാധിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിൽ ഒരു ഇമോഷനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അത്തരത്തിലുള്ള കസ്റ്റമറിനെ നമുക്ക് എന്ത് വിളിക്കാം, ഇമോഷണൽ പ്രൊഡക്റ്റ് ബൈയിങ് മോട്ടീവ്സ് എന്ന് വിളിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത് റാഷണൽ ബൈയിങ് മോട്ടീവേഴ്സ് ആണോ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ ബൈയിങ് മോട്ടീവേഴ്സ് ആണോ എന്ന് അവർ ക്ലാസിഫൈ ചെയ്യും അല്ലേ. അപ്പോൾ റാഷണൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. കാരണം റാഷണൽ ബൈയിങ് മോട്ടീവേഴ്സ് എന്താ ചെയ്യുന്നത്, കസ്റ്റമർ എന്താ ചെയ്യുന്നത്, മറ്റ് സിമിലർ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ഇതിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഏറ്റവും ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണോ അതാണ് അവർ പർച്ചേസ് ചെയ്യുകയുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഇമോഷന്റെ ബേസിലൊക്കെ അല്ലെങ്കിൽ ഇമോഷൻസ് ബേസ് ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നില്ല, പ്രൈസിനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. ഇനിയിപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ബൈയിങ് മോട്ടീവ്സ് എന്ന ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കൂ, പാട്രണേജ് ബൈയിങ് മോട്ടീവ്സ് അല്ലേ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രൊഡക്റ്റ് ബൈയിങ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ സ്പെസിഫിക് ഫീച്ചേഴ്സ് കണ്ട് അതിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ മോട്ടിവേറ്റഡ് ആവുന്നു അല്ലേ. ഇവിടെ എങ്ങനെയാണ്, ഇവിടെ ടു ബി മോട്ടിവേറ്റഡ് ടു ബൈ ഫ്രം എ സ്പെസിഫിക് സെല്ലർ ഓർ ഷോപ്പ് അല്ലേ. അതായത് നമ്മളിവിടെ ഒരു സ്പെസിഫിക് സെല്ലറിൻ്റെ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഷോപ്പ് മുഖേന നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ മോട്ടിവേറ്റഡ് ആവുകയാണ്. അപ്പോൾ അവിടെ ഒരു സ്പെസിഫിക് നമ്മുടെ ഷോപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ഷോപ്പ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു സെല്ലറിനെ കണ്ടിട്ടോ അതിൽ മോട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നു. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ തൊട്ടടുത്തുള്ള ഒരു കൺവീനിയൻറ്റ് ഷോപ്പ് കണ്ടിട്ട് അപ്പോൾ അവിടെ കയറാം, അവിടെ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങാം, നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് കയറാം. അതായത് ആ ഒരു ഷോപ്പിൻ്റെ കൺവീനിയൻസ്, അതിൻ്റെ വെറൈറ്റി, അതുപോലെ തന്നെ ഷോപ്പ് റെപ്യൂട്ടേഷൻ ആൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി, ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മോട്ടിവേറ്റ് ചെയ്ത് ആ ഒരു സെല്ലറിനെയോ ആ ഒരു ഷോപ്പിനെയോ കണ്ടിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിനെയാണ് പാട്രണേജ് ബൈയിങ് മോട്ടീവേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഇവിടെ എങ്ങനെയാണ് മോട്ടിവേറ്റഡ് ചെയ്യുന്നത്, എ കസ്റ്റമർ ഈസ് സെഡ് ടു ബി മോട്ടിവേറ്റഡ് ടു ബൈ ഫ്രം എ സ്പെസിഫിക് സെല്ലർ ഓർ ഷോപ്പ് അല്ലേ. ഓക്കെ, അപ്പം എങ്ങനെയൊക്കെയാണ് ആ ഒരു പാട്രണേജ് ബൈയിങ്ങിനെയും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. എങ്ങനെയൊക്കെയാണ്, റാഷണൽ പാട്രണേജ് ബൈയിങ് മോട്ടീവ്സ് എന്നും ഇമോഷണൽ പാട്രണേജ് ബൈയിങ് മോട്ടീവ്സ് എന്നും. അപ്പം അല്ലേ, എന്താണ് റാഷണൽ പാട്രണേജ് ബൈയിങ് മോട്ടീവ്സ് എന്ന് പറയുമ്പോൾ, ഒരു പ്രൊഡക്റ്റ് അയാൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സെല്ലർ അല്ലെങ്കിൽ ആ ഷോപ്പിൻ്റെ ബേസിൽ അയാൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ആ ഷോപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ സെല്ലറിനെ കുറിച്ചിട്ടും അയാൾ എന്ത് ചെയ്യും, എല്ലാ രീതിയിലുള്ള കെയർഫുള്ളി അനാലിസിസ് അയാൾ നടത്തും അല്ലേ. ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട് അസോസിയേറ്റഡ് വിത്തിൻ പ്രൊഡക്റ്റ് അല്ല, ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട് റിലേറ്റഡ് വിത്ത് ഷോപ്പ് ഓർ സെല്ലർ അല്ലേ. ആ ഷോപ്പിനെ കുറിച്ചിട്ടും സെല്ലറിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രമേ ആ ഒരു സെല്ലറിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിൽ നിന്നോ അയാൾ പ്രൊഡക്റ്റ് വാങ്ങുകയുള്ളൂ അല്ലേ. അപ്പം നമുക്കറിയാം, പാട്രണേജ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ഷോപ്പിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്പെസിഫിക് സെല്ലറിനെ ബേസ് ചെയ്തുകൊണ്ടോ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് റാഷണൽ പാട്രണേജ് ബൈയിങ് മോട്ടീവ്സിനെ ബാധിക്കുന്ന ഘടകങ്ങൾ? അപ്പോൾ അയാൾ ഒരു സെല്ലർ അല്ലെങ്കിൽ ഒരു ഷോപ്പിനെ അയാൾ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾ കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കും. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ നോക്കുക? കൺവീനിയൻസ് അല്ലേ, ഫസ്റ്റ് വൺ കൺവീനിയൻസ്.
അയാളുടെ വീടിനടുത്തുള്ള ഷോപ്പാണോ എന്ന് അയാൾ നോക്കും അല്ലേ. അപ്പോൾ എന്താണ് ഒരുപാട് ദൂരെയുള്ള ഒരു റാഷണൽ പാട്രണേജ് ബൈയിങ് മോട്ടീവ്സ് ഒരിക്കലും ഒരുപാട് ദൂരെയുള്ള ഒരു ഷോപ്പിനെ എന്താണ് ആശ്രയിക്കില്ല. അപ്പോൾ തനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലാണോ ആ ഒരു ഷോപ്പ് നിൽക്കുന്നത്, അതേപോലെ തന്നെ 24/7 അല്ലെങ്കിൽ കൂടുതൽ സമയം ആ ഒരു ഷോപ്പ് പ്രവർത്തിക്കുന്നുണ്ടോ, അതിൻ്റെയൊക്കെ ബേസിലായിരിക്കും അയാൾ ആ ഷോപ്പ് തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ എന്താണ് ലോവർ പ്രൈസസ്, മറ്റു ഷോപ്പുകളിൽ നിന്നൊക്കെ അവിടെ വിലക്കുറവുണ്ടോ. ഇപ്പം നമുക്കറിയാം നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റ്സുകളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കും അല്ലേ. അതായത് ഇപ്പം നമ്മുടെ തൊട്ടടുത്ത് ചിലപ്പോൾ ഷോപ്പുകൾ ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങാതെ നമ്മൾ എന്ത് ചെയ്യും, സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ എന്താണ് കൂടുതൽ അട്രാക്റ്റഡ് ആവും. കാരണം എന്താണ്, അവിടെ നമ്മുടെ നമ്മുടെ ചെറിയ ചെറിയ ഷോപ്പുകളിലുള്ളതിനേക്കാളും കൂടുതൽ കുറഞ്ഞ വിലയ്ക്ക് അവർ സാധനങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത സെയിം പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അവിടെ പോയിട്ട് വാങ്ങുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും, സൂപ്പർ മാർക്കറ്റുകളെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എന്താണ് വിലക്കുറവുള്ള സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ ഷോപ്പുകളെ ആശ്രയിക്കും. അപ്പോൾ അതാണ് അവിടെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. പാട്രണേജ് എന്ന് പറയുമ്പോൾ ആ ഒരു സെല്ലറിനെയോ അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിനെയോ ബേസ് ചെയ്തിട്ടാണ് അവർ പ്രൊഡക്റ്റ് വാങ്ങുന്നത്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ അല്ല അയാൾ വാങ്ങുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റ് ബൈയിങ് മോട്ടീവ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് അയാൾക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അയാളുടെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് അയാൾ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 1 കിലോ തക്കാളി വേണം. ആ തക്കാളി നമുക്ക് തൊട്ടടുത്തുള്ള ഷോപ്പിലും തക്കാളി കിട്ടും, അതുപോലെ തന്നെ കുറച്ച് ദൂരെ ഉള്ള സ്ഥലത്തും തക്കാളി, എല്ലായിടത്തും തക്കാളി കിട്ടും അല്ലേ. അപ്പം നമ്മൾ ഏറ്റവും കൺവീനിയൻറ്റ് പ്ലേസ് ആണ്, പക്ഷെ എന്നിരുന്നാലും അവിടെ വില കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, അവിടെ പോവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ദൂരെയാണെങ്കിലും ലോവർ പ്രൈസസ് ആണല്ലോ എന്ന് വിചാരിച്ച് അവിടെ പോയിട്ട് വാങ്ങും അല്ലേ. ഇനിയിപ്പോൾ കൺവീനിയൻറ്റ് പ്ലേസിലാണ് ആ ഷോപ്പ് നിൽക്കുന്നത്, മറ്റു ഷോപ്പിനേക്കാളും വിലയും താരതമ്യേന കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആ ഒരു ഷോപ്പിൽ തന്നെ പോവുള്ളൂ അല്ലേ. അപ്പോൾ അത് നോക്കും. അതുപോലെ തന്നെ അടുത്ത് നോക്കുക ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അല്ലേ, കടത്തിന് സാധനങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ അങ്ങനെയുള്ള ഷോപ്പുകളെ തിരഞ്ഞുപിടിച്ച ആൾക്കാർ പോകും അല്ലേ. ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുന്ന ഷോപ്പുകളെ തിരഞ്ഞുപിടിച്ച ആൾക്കാർ പോകും. ഇതേ സാധനം എന്താണ് ക്യാഷ് ഓൺ ഡെലിവറി മാത്രം ചെയ്യുന്ന ഷോപ്പുകൾ ഉണ്ടാവും, പക്ഷേ കൂടുതൽ പ്രിഫറൻസ് എന്തിനായിരിക്കും, ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുന്ന ഷോപ്പുകൾക്കായിരിക്കും. അതുപോലെ തന്നെ എന്താണ് വൈഡർ ചോയ്സ്, ഒരുപാട് ചോയ്സസ് ഉള്ള ഒരു ഷോപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആ ഷോപ്പിൽ തന്നെ കയറും അല്ലെ. മറ്റു ഷോപ്പിലും സെയിം പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും പക്ഷെ ഒരുപാട് വൈഡർ ചോയ്സസ് ഉണ്ടാവും, തിരഞ്ഞെടുക്കാൻ ഒരുപാട് ചോയ്സസ് ഉള്ള ഒരു കടയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ കയറും. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ റെപ്യൂട്ടേഷൻ അല്ലേ, അതായത് ഫെയർ പ്രൈസിൽ കൊടുക്കുന്ന ഒരു കടയാണ്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഗുഡ്സ് കൊടുക്കുന്ന ഒരു കടയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കടയെ മാത്രം തിരഞ്ഞു പോകും അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അയാൾ സൂക്ഷ്മമായ അനാലിസിസ് നടത്തി കെയർഫുള്ളി അയാൾ പഠിച്ചിട്ട് മാത്രമേ ഒരു റാഷണൽ പാട്രണേജ് ബൈയിങ് മോട്ടീവ്സ് ഒരു ഷോപ്പ് തിരഞ്ഞെടുക്കുകയുള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ ഇമോഷണൽ പാട്രണേജ് ബൈയിങ് മോട്ടീവ്സ് എങ്ങനെയാണ് ഒരു ഷോപ്പിനെ അല്ലെങ്കിൽ ഒരു സെല്ലറിനെ തിരഞ്ഞെടുക്കുക? അവിടെ അയാളുടെ ഷോപ്പ് അപ്പിയറൻസ് അല്ലെ, എങ്ങനെയാണ് ആ ഷോപ്പിന്റെ ഒരു അപ്പിയറൻസ് എങ്ങനെയാണ് അവിടെ ഗുഡ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത്, അതിന്റെ ആംബിയൻസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ആംബിയൻസും ഡിസ്പ്ലേ ഒക്കെ വളരെ അട്രാക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും, സെയിം പ്രൊഡക്റ്റ് മറ്റു കടകളിൽ കിട്ടുമെന്നുണ്ടെങ്കിലും അയാൾ ഈ ഒരു ഗുഡ് അപ്പിയറൻസ് ഉള്ള ഷോപ്പിലായിരിക്കും പോവുക. അതേപോലെ തന്നെ അടുത്തത് റെക്കമെൻഡേഷൻസ് അല്ലേ, നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ റെക്കമെൻഡ് ചെയ്തത് മൂലം നമ്മൾ ചില കടകളെ തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ ഇമ്യുലേഷൻ നേരത്തെ പറഞ്ഞു, അനുകരണം. മറ്റുള്ളവർ ഏത് ഷോപ്പിലേക്കാണോ പോകുന്നത് ആ ഷോപ്പിലേക്ക് നമ്മൾ പോകുന്നു അല്ലേ. അതുപോലെ തന്നെ പ്രസ്റ്റീജിന്റെ അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ 5 സ്റ്റാർ ഹോട്ടൽ തേടി പോകുന്നു അല്ലേ. 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മറ്റു ഹോട്ടലിനേക്കാളും പ്രസ്റ്റീജ് കൂടുതലാണ്. അപ്പോൾ സെയിം ഒരു ബിരിയാണി കഴിക്കാൻ അയാൾ 5 സ്റ്റാർ ഹോട്ടലിനെ സമീപിക്കുന്നു. ഈ സെയിം ബിരിയാണി എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് മറ്റു ഹോട്ടലുകളിൽ നിന്നും കിട്ടും, പക്ഷെ അയാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രസ്റ്റീജിനാണ് അല്ലേ. പ്രസ്റ്റീജ് ഉള്ള ഷോപ്പുകൾക്കാണ് അയാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു, 5 സ്റ്റാർ ഹോട്ടലുകളെ സമീപിക്കുന്നു. അതേപോലെ തന്നെ അടുത്തത് ഹാബിറ്റ്. ചില ആൾക്കാർക്ക് എന്തുണ്ടാവും, സെയിം ഒരു സം സ്പെസിഫിക് ഷോപ്പുകളിൽ നിന്നും അല്ലെങ്കിൽ സം സ്പെസിഫിക് സെല്ലറിൽ നിന്നും ഗുഡ്സ് വാങ്ങുന്നത് ഒരു ഹാബിറ്റ് ആയിരിക്കും.
അപ്പൊ അതായത് എന്താണ് ഒരേ കട തന്നെ മാത്രം ചൂസ് ചെയ്യുക. അത് അയാൾക്ക് ഇഷ്ടമാണ് അവിടെ പോയിട്ട് ഇരിക്കാനും ഇതാക്കാനും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള എന്താണ് ഇമോഷണൽ ബൈയിങ് മോട്ടീവ്സും ഇതിൽ ഉൾപ്പെടുന്നു. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കൂ, ബൈയിങ് മോട്ടിവേഷൻ. അല്ലേ, നമുക്കറിയാം ഈ ബൈയിങ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഒരു ബയ്യർക്ക് ഒരു സാധനം വാങ്ങുമ്പോൾ ഒരുപാട് എന്താണ് സൈക്കോളജിക്കലി ഫാക്ടേഴ്സ് എന്താണ് സൈക്കോളജിക്കലി ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റ് അയാൾ വാങ്ങുന്നത്. അല്ലെങ്കിൽ ഒരുപാട് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഒരു പർച്ചേസിങ് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ എന്താണ് ഒരു ഹംഗ്രി പേഴ്സൺ, അയാൾക്ക് എന്താണ് മോട്ടിവേറ്റഡ് ടു ബൈ എ ഫുഡ് അല്ലേ. എന്താണ് അയാൾ ഒരു വിശക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യണം, എന്താണ് അയാൾക്കൊരു ഫുഡ് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാൾ മോട്ടിവേറ്റഡ് ആവുള്ളൂ. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ആ ഒരു ഫുഡ് എവിടെ കിട്ടുമെന്ന് അയാൾ സെർച്ച് ചെയ്യും. അപ്പോൾ അയാൾ ആ സെർച്ച് ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്യും, ഒരു റെസ്റ്റോറൻറ്റിൽ പോവും, എന്നിട്ട് അയാൾ ഭക്ഷണം കഴിക്കുന്നു, അതോട് കൂടിയിട്ട് അയാളുടെ വിശപ്പ് മാറുന്നു അല്ലേ. അല്ലെങ്കിൽ അയാൾ ആ ഒരു റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുക്കുന്നു, ആ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അയാൾ ഫുഡ് കഴിക്കാൻ ഡിസിഷൻ എടുക്കുന്നു, അതോട് കൂടിയിട്ട് അയാളുടെ വിശപ്പ് മാറുന്നു, ആ നീഡ് സാറ്റിസ്ഫൈഡ് ചെയ്തു അല്ലേ. അപ്പം ഇങ്ങനെ ഒരു പ്രത്യേക പ്രോസസ്സിലൂടെയാണ് ഒരു എന്താണ് ബയ്യറിൻ്റെ ഡിസിഷൻ കടന്നു പോകുന്നത്. അപ്പം നമുക്ക് അതിനെ ആ ഒരു പ്രോസസ്സിനെ ബയ്യേഴ്സ് ജേണി എന്നൊക്കെ വിളിക്കാം അല്ലേ. അപ്പോൾ നോക്കുക, ബയ്യർ മോട്ടിവേഷൻ ഹാസ് ഒറിജിനേറ്റഡ് ഫ്രം എ പ്രോസസ് നോൺ ആസ് ദി ബയ്യേഴ്സ് ജേണി. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് പോകുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പാണ് അവയർനെസ്, രണ്ടാമത്തത് ഇൻഫർമേഷൻ സെർച്ച്, തേർഡ് വൺ ഡിസിഷൻ. അവയർനെസ് എന്ന് പറയുമ്പോൾ എന്താണ്, അയാളുടെ പ്രോബ്ലം എന്താണ് എന്ന് അയാൾ ഐഡൻറ്റിഫൈ ചെയ്തു, അയാൾ അവെയറായി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വിശപ്പുള്ള ഒരു മനുഷ്യൻ്റെ പ്രോബ്ലം വിശപ്പാണ്, അപ്പോൾ അയാൾക്ക് എന്ത് വേണം, ഫുഡ് വേണം അല്ലേ. അപ്പോൾ ആ ഒരു പ്രോബ്ലത്തെ തിരിച്ചറിഞ്ഞ് ആ ഒരു അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള വഴികളെ കുറിച്ച് അയാൾ അന്വേഷിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അവെയർനെസ് എന്ന് പറയും. അയാളുടെ നീഡ് എന്താണ്, അയാളുടെ ആവശ്യം എന്താണ് എന്ന് അയാൾ തിരിച്ചറിയുന്നു. രണ്ടാമത്തത് എന്താണ്, ഇൻഫർമേഷൻ സെർച്ച്. ആ ഒരു ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യണം, അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അയാൾ സെർച്ച് ചെയ്യും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ, ഒരു പേഴ്സണ് വിശപ്പ്, ആ വിശപ്പ് അതാണ് അയാളുടെ വിശപ്പ് അടക്കുക എന്നുള്ളതാണ് അയാളുടെ ആവശ്യം, അവെയർനെസ്. രണ്ടാമത്തത് ആ ഒരു വിശപ്പ് അടക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഫുഡ് കഴിക്കണം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യും, എവിടെ പോകണം, റെസ്റ്റോറൻറ്റ് അയാൾക്ക് തിരഞ്ഞെടുക്കണം. ഇപ്പം ഏത് റെസ്റ്റോറൻറ്റിൽ അയാൾ പോകണം, എന്താണ് ഇപ്പോൾ ചിലപ്പോൾ അയാൾ എന്താൾക്ക് മെൻ്റലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ സ്ഥിരം പോകുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാവും, അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അയാളുടെ മുന്നിലുണ്ടാവും അല്ലേ. ഏത് റെസ്റ്റോറൻറ്റിൽ പോകണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു വിശപ്പിനെ അടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വഴിയിൽ പോകുന്ന എന്തെങ്കിലും ഒരു സ്നാക്സ് എന്തെങ്കിലും വാങ്ങി കഴിച്ചാൽ മതിയോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അയാളുടെ മുന്നിലുണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ സെർച്ച് എന്താണ്, ഇൻഫർമേഷൻ സെർച്ച് അല്ലേ. അയാളുടെ ആ ഒരു നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സൊല്യൂഷനെ കുറിച്ച് അയാൾ എന്ത് ചെയ്യും, സെർച്ച് ചെയ്യും അല്ലേ. അപ്പോൾ അയാൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും ആ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്ലേ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇൻഫർമേഷൻ സെർച്ച്. മൂന്നാമത്തെ എന്താ, ഡിസിഷൻസ്. അപ്പോൾ നമ്മൾ ഈ ഇൻഫർമേഷൻ സെർച്ചിൻ്റെ ബേസിൽ അയാളുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും അല്ലേ. ആ ഓപ്ഷൻസിൽ നിന്ന് അയാളുടെ ഒന്ന് ബെസ്റ്റ് വൺ, അയാളുടെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അയാൾ തിരഞ്ഞെടുത്തു അല്ലേ, ഒരു ഡിസിഷൻ എടുത്തു അല്ലേ. അപ്പോൾ നമ്മുടെ നേരത്തെ എക്സാമ്പിളാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള അയാളുടെ കൺവീനിയൻറ്റ് പ്ലേസിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു ഫുഡ് കഴിക്കാം എന്നുള്ളെങ്കിൽ ഒരു ബിരിയാണി കഴിക്കാം എന്നുള്ളതാണ് അയാളുടെ ഡിസിഷൻ എന്നുണ്ടെങ്കിൽ, അപ്പോൾ അയാൾ മെൻ്റലി അയാൾ അയാൾ ആ റെസ്റ്റോറൻറ്റിൽ പോകുന്നു, അയാൾ ഫുഡ് കഴിക്കുന്നു, അയാൾ സാറ്റിസ്ഫൈഡ്, അയാളുടെ നീഡിനെ അയാൾ സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചു അല്ലേ. അപ്പോൾ അതാണ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ഒരു ബയ്യർ എന്ത് ചെയ്യുന്നുണ്ട്, പർച്ചേസിങ് ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ, ബയ്യിങ് മോട്ടീവ്സ് അല്ലേ. ബയ്യിങ് മോട്ടീവ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് സൈക്കോളജിക്കലി ഫാക്ടേഴ്സ് അടങ്ങിയതാണ് ബയ്യിങ് മോട്ടീവ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഒരു ബയ്യർ ഒരു സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ അത് അയാളുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം. അയാൾക്കൊരു ഇന്നർ ഏർജ് അല്ലെങ്കിൽ ഉൾപ്രേരണ അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഉള്ള ഒരു പ്രേരണ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റ് അയാൾ വാങ്ങുന്നത്. അപ്പോൾ
ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കസ്റ്റമറിന്റെ ബൈയിങ് മോട്ടീവ് എന്താണെന്ന് തിരിച്ചറിയണം. അതിനനുസരിച്ച് അയാൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് ഇറക്കണം. അത് കസ്റ്റമറിനെ ആ പ്രൊഡക്റ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത് എന്താണ് ബൈയിങ് മോട്ടീവ്സ് എന്നും അതിൻ്റെ ഇമ്പോർട്ടൻസസ് എന്തൊക്കെയാണെന്നും പിന്നെ അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ബൈയിങ് മോട്ടീവ്സ് അല്ലേ, നമ്മൾ പറഞ്ഞു പ്രൊഡക്റ്റ് ബൈയിങ് മോട്ടീവ്സ് ഉണ്ട്, പാട്രണേജ് ബൈയിങ് മോട്ടീവ്സ് ഉണ്ട് അല്ലെ. അതിൽ തന്നെ നമ്മൾ റാഷണൽ ആൻഡ് ഇമോഷണൽ ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ പറയുന്ന ഒരു ഭാഗമാണ് ബൈയിങ് മോട്ടിവേഷൻ പ്രോസസ്സ് അല്ലെ. അതൊക്കെയാണ് അവയർനെസ്, ഇൻഫർമേഷൻ സെർച്ച് ആൻഡ് ഡിസിഷൻ. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണിത്. ഓക്കെ.